ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. കസ്റ്റഡിയിലെടുത്ത വാർത്ത അറസ്റ്റ് ഉണ്ടായെന്ന കാര്യത്തിലാണ് നമുക്കിനി വ്യക്തത വരുത്തേണ്ടത്. നടി ഹണി റോസിനെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുകയും പിന്തുടർന്ന് അപമാനിക്കുകയും ചെയ്തുവെന്ന അവരുടെ പരാതിയിന്മേൽ ഇന്നലത്തെ കേസ് ഇന്ന് കസ്റ്റഡി എന്നതിലേക്ക് പോലീസ് പോയിരിക്കുകയാണ്. ശരൺ വിവരങ്ങളുമായി. ശരൺ, അറസ്റ്റ് രേഖപ്പെടുത്തിയോ പോലീസ്? എങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ എലിക്കപ്പലിൽ കാണുന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഇവിടെയാണ് തിരക്കിട്ട നീക്കങ്ങൾ എല്ലാ മണിക്കൂറുകൾ നടന്നിരുന്നത്. ഇവിടേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരിക. അതിനുശേഷം അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും നിശാന്ത് കാണേണ്ടത്, സാധാരണ നമ്മൾ ഇങ്ങനത്തെ ബിഗ് ഷോട്ടുകൾക്കെതിരായിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെറിയ ഒരു അനാസ്ഥ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അമാദിച്ചുള്ള നടപടികളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ആ ഒരു വിധത്തിലും ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളത് തന്നെ കൊച്ചി സിറ്റി പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഹണി റോസിന്റെ പരാതി ലഭിക്കുന്നത്, പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി ലഭിക്കുന്നത്. അതിന് പിന്നാലെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ SHOയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിയാലോചന നടത്തുന്നു. അങ്ങനെ കൂടിയാലോചന നടത്തിയിട്ട് കൂടിയാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, നേരത്തെ ഹണി റോസ് പേര് പരാമർശിക്കാതെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നത്. അതാണ് പിന്നീട് വലിയ ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നത്. ഇന്നലെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പരാതി നൽകിയത്. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് വകുപ്പ് ചുമത്തിയിരുന്നത്. അത് BNS 75 ചുമത്തിയത്. പഴയ IPC 354 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തതെന്നുള്ളതാണ്. എന്തായാലും വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇപ്പോൾ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കസ്റ്റഡിയിലാണെന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതിനുശേഷം ഇനി സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങളുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ കൂടി വൈകാതെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻകൂർ സാധാരണ ഇങ്ങനെ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഉന്നതനാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാറുണ്ട്. അങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ അത് മുൻകൂർ ജാമ്യാപേക്ഷ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് പലപ്പോഴും ഈ നടപടികൾ വൈകിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരത്തിലൊരു നീക്കമൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സെൻട്രൽ പോലീസ് വളരെ വേഗത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ കൊച്ചി സിറ്റി പോലീസ് അസന്നിഗ്ധമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഹണി റോസിന്റെ പരാതി അത് അതീവ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. അത് ആ കാര്യത്തിൽ ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ട് അശ്ലീല കമന്റുകൾ ഇട്ട ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നത്. 27 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ തന്നെ ഒരാളുടെ അറസ്റ്റ്, എറണാകുളം സ്വദേശിയായ കുമ്പളം സ്വദേശിയായ ഷാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ആളുകൾ, അതായത് 27 പേർക്കെതിരെയുള്ള സ്ക്രീൻഷോട്ട് അടക്കമുള്ള തെളിവുകൾ സഹിതമാണ് ഹണി റോസ് പരാതി നൽകിയിരുന്നത്. അതിൽ ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 20ഓളം പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവർ എന്നുള്ളതാണ് അല്പസമയം മുമ്പ് കൊച്ചി DCP വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ട് അവരെ കണ്ടെത്തേണ്ടതുണ്ട്, അവരുടെ അറസ്റ്റിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ചില അക്കൗണ്ടുകൾ വ്യാജ അക്കൗണ്ടുകളാണെന്നുള്ള സംശയവും പോലീസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തത വരുത്താൻ ഫേസ്ബുക്കിനോട് വിശദീകരണം അല്ലെങ്കിൽ ഫേസ്ബുക്കിനോട് വിവരങ്ങൾ പോലീസ് തേടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വശത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്ന സമയത്താണ് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പരാതി സെൻട്രൽ പോലീസിന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ വേഗത്തിൽ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകുന്നത്. കൊച്ചിയിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. വയനാട്ടിൽ നിന്നാണ് ബോച്ചയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ്, ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നേക്കാം. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമോ, വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക പോലെയുള്ള നടപടികളിലേക്ക് പോകുമോ, അതോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമോ എന്നറിയില്ല. എന്തായാലും കർശനമായ നിലപാട് പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും മുഖ്യമന്ത്രി കർശനമായ നടപടി ഈ കാര്യത്തിൽ എടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നതാണ് ഹണി റോസ് അല്പസമയം മുൻപ് സംസാരിക്കവേ നമ്മളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ വേഗത്തിൽ ഇടപെടുന്നതാണ് ഇപ്പോൾ കാണുന്നത്.